നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ഇന്ത്യയിൽ ഭീകരവാദത്തിന് മതമുണ്ട്, അതെന്നും ഉണ്ടായിരുന്നു. ആര് എങ്ങനെ നിഷേധിച്ചാലും അന്നും ഇന്നും ഭീകരവാദം ഭാരതത്തിൽ താണ്ഡവമാടുന്നത് കാഫറുകൾ കൊല്ലപ്പെടേണ്ടവരാണെന്ന മതശാസനയുടെ പിൻബലത്തിലാണ്. കാശ്മീരിലെ പഹൽഗാമിൽ ഹിന്ദുക്കളെ ലിംഗനിർണയം നടത്തിയാണ് ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നൊടുക്കിയത്. അവരെ കൊന്നത് അവർ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമാണ്. ഈ അരിങ്കൊലയെ സോണിയ കോൺഗ്രസിന്റെ മരുമകൻ നേതാവ് റോബർട്ട് വധേര ന്യായീകരിക്കുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ശത്രുക്കളായി കരുതുന്നതുകൊണ്ടാണ് അവരെ കൊന്നൊടുക്കിയത് എന്നാണ് ന്യായീകരണം. വളരെ പ്രാകൃതമായ മനോഘടനയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം ഒരു ന്യായീകരണം കണ്ടെത്താൻ കഴിയൂ. ഇക്കാര്യത്തിൽ സോണിയ കോൺഗ്രസ് നേതാക്കൾ അവരുടെ അഭിപ്രായം തുറന്നു പറയണം. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളും പ്രതികരിക്കുക തന്നെ വേണം. മുസ്ലിങ്ങൾ ഇതര മതസ്ഥരെ കൊല്ലുന്ന പരിപാടി ഇന്നു തുടങ്ങിയതല്ല. ഇസ്ലാം ഇന്ത്യയിൽ കാലുകുത്തിയ അന്നു മുതൽ ഹിന്ദു വംശഹത്യ തുടങ്ങിയതാണ്. ക്രിസ്ത്യാനികളും യഹൂദരും യൂറോപ്പിൽ ഇസ്ലാമിക മതത്തിന്റെ ശത്രുക്കളാണ്. കാരണം ഹിന്ദു, ക്രിസ്ത്യൻ, യഹൂദ മതസ്ഥർ ബിംബാരാധനയും ബഹുദൈവ വിശ്വാസികളുമാണ്. ഈ കൂട്ടർ ദൈവനിഷേധികളാണെന്നും അവരെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണമെന്നും അവരുടെ ദൈവം കൽപ്പന നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ കൊല നടത്തുന്ന ജിഹാദികൾക്ക് ദൈവം സ്വർഗത്തിൽ ഹൂറികളെ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതര മതസ്ഥരെ മുസ്ലിങ്ങൾ കൊല്ലുന്നത് ടെറർ ജിഹാദാണ്. ടെറർ ജിഹാദിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറികളെ കിട്ടുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സന്ദർഭത്തിലാണ് ഹുസൈൻ ഷദീസ് സുഹ്രവർദിയുടെ നേതൃത്വത്തിൽ ബംഗാളിലെ ഹിന്ദുക്കളെ വംശഹത്യ നടത്തിയത്. ഈ ഹീനകൃത്യത്തിന് നൽകിയ പേര് ഡയറക്റ്റ് ആക്ഷൻ എന്നായിരുന്നു. കൊള്ള, കൊള്ളിവെപ്പ്, കൊലപാതകം, ഹിന്ദു വംശഹത്യ, അരാജകത്വം എന്നിവയായിരുന്നു ബംഗാൾ ഡയറക്റ്റ് ആക്ഷന്റെ കാര്യപരിപാടി. അതിന് അന്നത്തെ അഭിവക്തി ബംഗാളിന്റെ ഭരണാധിപതിയായിരുന്ന സുഹ്രവർദി എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. ടെറർ ജിഹാദിന്റെ മറ്റൊരു പേരാണ് ഡയറക്റ്റ് ആക്ഷൻ. 1946 ഓഗസ്റ്റ് 16 ജിന്ന നേതൃത്വം നൽകിയിരുന്ന മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ദിനമായി പ്രഖ്യാപിച്ചു. അഭിവക്തി ബംഗാളിനെ ഒരു സ്വതന്ത്ര മുസ്ലിം രാജ്യമായി നിലനിർത്തുകയായിരുന്നു പുറത്തു പറഞ്ഞ ലക്ഷ്യം. അതിനുവേണ്ടി ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. കാരണം ഹിന്ദുക്കൾ ഒടുങ്ങിയാലേ ബംഗാൾ മുസ്ലിം രാജ്യമായി തീരുകയുള്ളൂ. ഭരണാധികാരിയായിരുന്ന സുഹ്രവർദി പോലീസിനെയും പട്ടാളത്തെയും നിർവീര്യമാക്കി നിർത്തി ടെറർ ജിഹാദിൽ പങ്കാളിയായി അദ്ദേഹം സ്വർഗവാസം ഉറപ്പാക്കി. ആ നരഹത്യക്ക് വിചാരണ നേടുത്ത് ശിക്ഷപ്പെട്ട കുറ്റവാളിയായിരുന്നു സുഹ്രവർദി. വിശ്വപൗരനായ നെഹ്റു തന്റെ പെരുമ നിലനിർത്തുകയായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിലും ഹിന്ദുക്കളെ വംശഹത്യ നടത്തുന്നതിൽ നെഹ്റു ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല. ടെറർ ജിഹാദ് തങ്ങളുടെ ജന്മാവകാശമാണെന്ന് മതവിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു കൂട്ടം മത തീവ്രവാദികൾ പൊതുവെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതര മതസ്ഥരെ കാഫർ എന്ന വിഭാഗത്തിലാണ് അവരുടെ മതഗ്രന്ഥം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഫർ വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു കൂട്ടക്കൊലയെയും അവർ അപലപിക്കാത്തത്. ഹിന്ദുക്കളെ കൊന്നു തൂവർ കിണറിൽ തള്ളി 1921 മാപ്പിൾ ലഹളയെ ഇന്നുവരെ ഒരു മുസ്ലിം സംഘടനയും തള്ളിപ്പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് ദൈവനിന്ദയാവുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദൈവനിന്ദയ്ക്ക് ഇസ്ലാം വധശിക്ഷ വിധിക്കുന്നു. മുസ്ലിങ്ങൾ തീവ്രവാദികൾ ടെറർ ജിഹാദ് നടത്താനുള്ള പ്രധാന കാരണം അവരുടെ മതഗ്രന്ഥവും മതവിശ്വാസവുമാണ്. ഇക്കാര്യം യുക്തിബോധമുള്ള ആരും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം.